നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഏറ്റവും വില കുറഞ്ഞ, ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ 5G മോഡലായിട്ടുള്ള വിവോ Y72 5G എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും റിവ്യൂവുമാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഇന്നാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് വിവോ Y72 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ഇതിനകത്ത് ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ ഈ ഫോണിൻ്റെ ബാക്കി പെർഫോമൻസ് സൈഡ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. പിന്നെ എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളല്ലാതും എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസിലും കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് വിവോ Y72 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൻ്റെ മുകളിൽ തന്നെ Y72 എന്ന മോഡൽ നെയിമും പിന്നെ 5G എന്ന് വളരെ വലുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ Y സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സെയിം ബോക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. വലുതായിട്ട് 5G എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 8GB + 4GB എക്സ്റ്റൻഡഡ് റാം എന്നൊരു ഫെസിലിറ്റി ഫോണകത്ത് വരുന്നുണ്ട്. അതായത് മൊത്തം 12GB റാം ഉള്ളൊരു മോഡലാണ് Y72 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, അതായത് ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ്. അപ്പോൾ അത്യാവശ്യം ഗെയിമിങ്ങിന് കൂടി പറ്റിയ മൊബൈലാണ്. പിന്നെ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്നും അതുപോലെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ IMEI നമ്പർ കാര്യങ്ങൾ, സാർ വാല്യൂ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ വിവോയുടെ ഫോണുകളും ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ ബോക്സ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിനകത്തായിരിക്കും ഇതിൻ്റെ വാറണ്ടി പേപ്പേഴ്സും അതുപോലെ തന്നെ ഒരു ബാക്ക് കേസും നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ കണ്ടുള്ള രീതിയിലുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കേസും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിവോ Y72 എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രിസം മാജിക് എന്നൊരു കളറാണ്. ഇതിൻ്റെ തന്നെ സ്റ്റേറ്റ് ഗ്രേ എന്ന് പറയുന്ന ഒരു കളർ കൂടി അവൈലബിൾ ആണ്. നമുക്കിതിൻ്റെ കൂടെ ഒരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 5000 mAh ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഒരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് C ചാർജിങ് കേബിളും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു മറ്റ് പല ഫോണുകളിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഹെഡ്സെറ്റും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സാധാരണ 5G ഫോണുകളൊക്കെ വരുമ്പോൾ പ്രൈസ് കുറച്ച് ഇറക്കുമ്പോൾ ഇത്തരത്തിൽ ഹെഡ്സെറ്റും അതുപോലെ ബാക്ക് കേസ് പോലുള്ള ഐറ്റംസ് ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു ഫോണിനകത്തും നമുക്കൊരു ബാക്ക് കേസും നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹെഡ്സെറ്റും നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ആക്സറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ പെട്ടെന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാൻ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് വിവോ Y72 എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുന്നത്. അത് ഒറ്റ നോട്ടത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറയാറുണ്ട് വിവോയുടെ എല്ലാ ഫോണുകളും ലുക്കിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ലൊരു അടിപൊളി ലുക്കുള്ള ഫോണുകൾ തന്നെയാണ് വിവോയുടെ എല്ലാ ഫോണുകളും കൊടുക്കാറുള്ളത്. ഇത്തരത്തിൽ ബാക്ക് സൈഡിൽ 2 ക്യാമറകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഇതിൻ്റെ ക്യാമറ പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രിസം മാജിക് എന്ന ഒരു കളറാണ്. ഇതിൻ്റെ തന്നെ സ്ലൈറ്റ് ഗ്രേ എന്നും പറഞ്ഞ മറ്റൊരു കളർ കൂടി അവൈലബിൾ ആണ്. അത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് പേഴ്സണലി ഇത്തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഡിസൈനുകളോട് വളരെ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം കളറുകൾ എപ്പോഴും അൺബോക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഡിസൈൻ വൈസ് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ്. പിന്നെ അത്ര വലിയൊരു മൊബൈലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.58 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വലിപ്പം ഈ ഒരു ഫോണിനകത്തുണ്ട്. എന്നാൽ കയ്യിനകത്ത് ഒതുങ്ങിയിരുന്ന ഒരു മൊബൈൽ തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഇനി ഒരു ഫോണിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാമറ പൊസിഷൻ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും വരുന്നുണ്ട്. അതൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഫോണിനകത്ത് വരുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ തിക്നെസ് എന്ന് പറയുന്നത് 8.4 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഒബിയസ്ലി 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ തിക്നെസ് ഒരു ആവറേജ് ആയിട്ട് തോന്നാം. പിന്നെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചാർജിന് വേണ്ടിയിട്ട് ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാം. റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകൾ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണും. പിന്നെ ഒരു മൈക്രോഫോൺ ഹോൾ കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡിസൈൻ വൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ ഇത്തരത്തിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് വിവോ 5G എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. താഴെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5G ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല എന്നിരുന്നാൽ കൂടി 5G വരുന്ന സമയത്ത് ഒരു 5G റെഡി ആയിട്ടുള്ള ഒരു മൊബൈലാണ് Y72 എന്ന് പറയുന്നത്. നമുക്കറിയാം പല കമ്പനികളും 5G ഫോണുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ 5G എന്നൊരു ഓപ്ഷൻ വരുന്നതോട് കൂടി തന്നെ മറ്റു പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ വിവോ Y72 എന്ന് പറയുന്ന ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൺ ആകുമ്പോൾ കാണുന്ന സ്ക്രീൻ എന്ന് പറയുന്നത്
വളരെ മനോഹരമായുള്ള ഡിസ്പ്ലേ ആണ്. നല്ല ഒരു ബ്രൈറ്റ്നസ്സോട് കൂടിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 6.58 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ് കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 180 Hz ആണ് ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഗെയിമിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു മൊബൈൽ കൂടിയാണ് Vivo Y72 എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റാമും 8GB റാമും പിന്നെ 4GB എക്സ്റ്റൻഡ് റാമും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടി നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ഗെയിമിംഗ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള അധികം ആപ്പുകളൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല. എന്നാലും മോജ്, സ്നാപ്ചാറ്റ്, MX ടാക്ക് പോലുള്ള കുറച്ച് ആപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അധികം ബസറുകളൊന്നും ഇല്ലാതെ ഒരു 90.6% ഫുൾ വ്യൂ ഡിസ്പ്ലേ തരുന്ന ഒരു ഡിസ്പ്ലേയാണ് കൊടുത്തുള്ളത്. ഒരു ഫ്രണ്ടിൽ മുകൾ ഭാഗത്തായിട്ട് ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു വളരെ വലിയൊരു നോച്ചൊന്നുമല്ല, ഒരു അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പാൻഡ ഗ്ലാസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഡിസൈൻ വൈസ് ആയാലും ഡിസ്പ്ലേ ആയാലും ഒരു ഫുൾ HD+ ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലൊരു സ്ക്രീൻ റിഫ്രഷ് റേറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു യൂസിങ് എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സിനകത്തൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ബാക്കി സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് എടുത്ത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫോൺ Android 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ് എന്നുള്ളത്. അപ്പോൾ സെറ്റിങ്സിനകത്ത് ഇവിടെ അബൌട്ട് ഫോണിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ Vivo Y72 5G എന്ന മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ 2.0 GHz സ്നാപ്ഡ്രാഗൺ 480 Octa കോർ പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. 8GB + 4GB എക്സ്റ്റൻഡ് റാം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫണ്ട ചോയ്സ് 11.1, അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫണ്ട ചോയ്സിൽ Android 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഭാവിയിൽ Android 12 ഒക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരു അപ്ഡേഷൻ കൂടി കിട്ടുന്ന ഒരു മൊബൈൽ തന്നെയായിരിക്കും Y72 എന്ന് പറയുന്നത്. പിന്നെ Qualcomm Snapdragon 480 എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു പ്രോസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസറായിരിക്കും. നമ്മൾ ഈ പ്രോസസറിൻ്റെ നമ്പറുകൾ നോക്കിയിട്ട് കാര്യമില്ല, ഇതൊരു കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. അതായത് 480 എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസറാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 5G റെഡി ആയിട്ടുള്ള ഒരു പ്രോസറാണ്. നമുക്ക് ഡ്യുവൽ സിമ്മുകളും 2 സിം കാർഡുകളും നമുക്ക് 5G സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ സ്പെസിഫിക്കേഷൻ വൈസും അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കാം. 48 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറയെ കുറിച്ച് നമ്മളെല്ലാ വിവോയുടെ ഫോണുകളെയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതാണ്, ഡെമോ ക്യാമറ എടുത്ത് കാണിച്ചിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കണ്ട ഫോട്ടോ ആണ്. സൂം ചെയ്താലും നമുക്ക് അധികം ക്വാളിറ്റി പോകാത്ത രീതിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഓവർ സാച്ചുറേഷൻസ് ഒന്നും കൊടുക്കാതെ നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ക്യാമറയ്ക്കകത്ത് തന്നെ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് വരുന്നത്, അതായത് നൈറ്റ് മോഡ്, പിന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ 1x 2x സൂമിങ്ങിൻ്റെ ഓപ്ഷൻ നൈറ്റ് മോഡിനകത്ത് വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. ഒരുപാട് പോർട്രേറ്റ് ഫിൽറ്ററുകൾ വരുന്നുണ്ട് ഇതിനകത്ത്. ബൊക്കെ മോഡ് വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ മോഡ് വരുന്നുണ്ട്. പിന്നെ വീഡിയോ മോഡ്, അതിനകത്തും നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോകൾ നമുക്ക് ക്വാളിറ്റിയിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ 48 മെഗാപിക്സലിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പനോരമ മോഡ് വരുന്നുണ്ട്. ലൈവ് ഫോട്ടോ മോഡ് വരുന്നുണ്ട്. സ്ലോ മോഷൻ മോഡ് വരുന്നുണ്ട്. ടൈം ലാപ്സ് മോഡ് വരുന്നുണ്ട്. പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്. ഡോക്യുമെൻറ്റ് മോഡ് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണത് സ്ലോ മോഷൻ മോഡ് കൊടുത്തിട്ടുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ വരുന്ന പല ഫോണിനകത്തും ഈ സ്ലോ മോഷൻ മോഡ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ വരുന്നില്ല. അതിന് പകരമായിട്ട് ബൊക്കെ ക്യാമറ മാത്രമാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാപിക്സലാണോ. എന്നാലും 8 മെഗാപിക്സലിനേക്കാളും കവിഞ്ഞ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ പല ഫോണുകളുടെയും ക്യാമറ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു അത്യാവശ്യം പിന്നെ വിവോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മികച്ച ഒരു 8 മെഗാപിക്സൽ ആണെങ്കിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇപ്പോൾ ഇവിടെ ലോ ലൈറ്റ് ആണെങ്കിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ക്യാമറയ്ക്കകത്തും ഇത്തരത്തിൽ നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, പിന്നെ മോർ സെറ്റിങ്സിനകത്തും ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ബ്യൂട്ടി മോഡ്, ഫിൽറ്ററുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും കൊടുക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് അധികം ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള മൊബൈലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ ഫ്രണ്ടിനകത്ത് കൊടുത്തുള്ളത്. എന്നാലും നല്ലൊരു ക്വാളിറ്റിയുള്ള ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതായത് നമ്മൾ ക്യാമറയെ കുറിച്ചുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ അതുപോലെ ഗെയിമിങ്ങിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഓവറോളായിട്ട് വിവോ Y72 5G എന്ന ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ടോട്ടൽ എല്ലാ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8+, 128GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജും റാമും വരുന്നത്. അതിൽ തന്നെ 4GB നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ മനോഹരമായുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. 2 കളറുകളിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. 48 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഡ്യുവൽ 5G ആണ്. നമുക്ക് 2 സിം കാർഡുകളും 5G വരുന്ന സമയത്ത് 2 സിം കാർഡിനകത്തും 5G ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 6.58 ഇഞ്ചിൻ്റെ, അതായത് കുറച്ച് വളരെ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു ഫുൾ HD+ ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ്. ആൻഡ്രോയിഡ് 11 തന്നെ ഫണ്ട ചോയ്സ് 11.1 എന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊബൈലാണ്. 5000 mAh ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.